നമസ്കാരം, ഞാൻ അദ്വൈത്. പ്രധാന വാർത്തകൾ. റബ്ബർ ബോർഡ് ചെയർമാനായി എൻ ഹരി ചുമതലയേറ്റു. റബ്ബർ ബോർഡും റബ്ബർ കർഷകരുമായുള്ള അകലം കുറയ്ക്കുമെന്ന് ചെയർമാൻ. പൊൻകുന്നത്തിന്റെ പരിസരങ്ങളിലും പനമറ്റം ഭാഗത്തും തെരുവുനായ ശല്യം രൂക്ഷം. സ്കൂൾ കുട്ടികളടക്കം വഴിയിലൂടെ കടന്നുപോകാൻ കഴിയുന്നില്ല. ഇരുചക്ര വാഹനങ്ങൾക്ക് പുറകെ കുരച്ചു പാഞ്ഞ് നായ്ക്കൾ. ഈരാറ്റുപേട്ടയിൽ നാട്ടുകാർക്ക് നേരെ കത്തിവീശി യുവാവ്. സംഭവം വാഹനാപകടമുണ്ടായത് ചോദ്യം ചെയ്തതിൽ പ്രകോപിതനായി. പിടിയിലായത് തിരുവല്ല സ്വദേശി സ്റ്റെൻ. കാറിൽ നിന്നും കഞ്ചാവും കണ്ടെടുത്തു. PM ശ്രീ പദ്ധതിയിൽ നിന്നും സംസ്ഥാന സർക്കാർ പിന്മാറണമെന്നാവശ്യം. കോട്ടയത്ത് AISF AIYF പ്രവർത്തകരുടെ കളക്ടറേറ്റ് മാർച്ച്. വാർത്തകൾ വിശദമായി. റബ്ബർ ബോർഡിന്റെ ചെയർമാനായി എൻ ഹരി ചുമതലയേറ്റു. റബ്ബർ ബോർഡും റബ്ബർ കർഷകരുമായുള്ള അകലം ഇല്ലാതാക്കുമെന്ന് എൻ ഹരി പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ കൊണ്ട് സാധ്യമായതെല്ലാം ചെയ്യുമെന്നും എൻ ഹരി കൂട്ടിച്ചേർത്തു. റബ്ബർ ബോർഡ് ചെയർമാനായി എൻ ഹരി സ്ഥാനമേറ്റു. ഇന്ന് രാവിലെ 11:45 എൻ ഹരി റബ്ബർ ബോർഡിന്റെ പുതിയ ചെയർമാനായി സ്ഥാനമേറ്റത്. റബ്ബർ ബോർഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ M വസന്തകേശൻ, റബ്ബർ ബോർഡിലെ ഉദ്യോഗസ്ഥർ എന്നിവർ ചേർന്ന് പുതിയ ചെയർമാനെ സ്വീകരിച്ചു. റബ്ബർ കൃഷിയിലേക്ക് യുവതലമുറയെ ആകർഷിക്കാൻ വാണിജ്യാടിസ്ഥാനത്തിൽ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും സംസ്ഥാന സർക്കാരുമായി ചേർന്ന് വിവിധ പദ്ധതികൾക്ക് രൂപം നൽകുമെന്നും ചെയർമാനായി സ്ഥാനമേറ്റ ശേഷം എൻ ഹരി മാധ്യമങ്ങളോട് പറഞ്ഞു. റബ്ബർ ബോർഡും റബ്ബർ കർഷകരുമായുള്ള അകലം ഇല്ലാതാക്കും. റബ്ബർ ടാപ്പിംഗ് മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കുമെന്നും റബ്ബർ ഇൻസ്റ്റിറ്റ്യൂട്ട് വഴി കൂടുതൽ ആളുകൾക്ക് പരിശീലനം നൽകുമെന്നും എൻ ഹരി പറഞ്ഞു. വ്യത്യസ്തമായ പദ്ധതികൾ ആവിഷ്കരിച്ച് റബ്ബർ മേഖലയെ ഒന്നാമതെത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. താഴേക്കിടയിലേക്ക് ജനങ്ങളിലേക്ക് അതിന്റെ അവയർനെസ് എത്താത്തതിന്റെ ഒരു പ്രശ്നമാണ്. അവർക്ക് കൃത്യമായ ട്രെയിനിങ് കൊടുത്തുകൊണ്ട് അവർക്ക് വ്യക്തമായ ഇപ്പം പ്രത്യേകിച്ച് കേരളത്തിലെ വ്യവസായങ്ങളെല്ലാം നേരത്തെ ഇവിടെയുള്ള എനിക്കറിയാം 3 വർഷമായിട്ടിരുന്നുകൊണ്ട് ഞാൻ മുമ്പ് സൂചിപ്പിച്ചു വ്യവസായങ്ങളെല്ലാം മറ്റു സ്ഥലങ്ങളിലേക്ക് പോയിരിക്കുക. പക്ഷെ ഇവിടെ നിലനിർത്താൻ വേണ്ടി ഈ ട്രെയിനിങ് വിഭാഗത്തിലേക്ക് നമ്മുടെ യുവാക്കളെ കൊണ്ടുവന്നുകൊണ്ട് അവർക്ക് വേണ്ട റോ മെറ്റീരിയൽ കൊടുത്തുകൊണ്ട് അവർക്ക് വേണ്ട അതിനകത്ത് വ്യവസായ അന്തരീക്ഷം ഇവിടെ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ പല പ്രശ്നങ്ങളുണ്ട്. നമുക്കറിയാം ചിങ്ങവനത്ത് വ്യവസായ പാർക്കുണ്ട്. അവിടുത്തെ പ്രശ്നം കേരള സർക്കാരുമായി ചേർന്ന് ലൈസൻസ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ അത്തരം കാര്യങ്ങൾ കേരള സർക്കാരുമായി തന്നെ നമ്മൾ ആലോചിക്കും. പക്ഷേ വ്യവസായ സൗഹൃദമാക്കിക്കൊണ്ട് ഈ പറയുന്ന ആളുകൾക്ക് റോ മെറ്റീരിയൽസ് അവരുടെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർക്കതിന്റെ വിപണനം കണ്ടെത്തുന്നതും ബോർഡ് തന്നെ ചെയ്യുന്ന ഒരു സംവിധാനത്തിലേക്ക്, കാരണം നമുക്കത് ഏറ്റെടുക്കാനായിട്ട് സാധിക്കും. കർഷകരുമായി നല്ല ബന്ധം നിലനിർത്തി റബ്ബർ മേഖലയെ സാമ്പത്തിക സ്ഥിരതയുള്ള സംവിധാനമാക്കി മാറ്റിയെടുക്കുമെന്നും എൻ ഹരി കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പൊൻകുന്നം ടൗണിന്റെ പരിസരങ്ങളിലും പനമറ്റം ഭാഗത്തും തെരുവുനായ്ക്കളുടെ ശല്യം രൂക്ഷമാകുന്നു. 10ലേറെ തെരുവുനായ്ക്കളാണ് പ്രദേശങ്ങളിൽ ചുറ്റിത്തിരിയുന്നത്. സ്കൂൾ കുട്ടികളടക്കമുള്ള യാത്രക്കാർ വളരെ ഭയന്നാണ് സഞ്ചരിക്കുന്നത്. പൊൻകുന്നം ടൗണിലും പരിസര പ്രദേശങ്ങളിലും പനമറ്റം ഭാഗത്തും തെരുവുനായ ശല്യം രൂക്ഷമാകുന്നു. 10ലേറെ നായ്ക്കളാണ് രാപ്പകൽ വ്യത്യാസമില്ലാതെ അലഞ്ഞുതിരിയുന്നത്. ടൗണിനോട് ചേർന്ന ടൗൺ ഹാൾ റോഡിലും മിക്ക സമയങ്ങളിലും നായ്ക്കൾ അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്നത് കാണാം. പനമറ്റത്ത് സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ നടന്നുവരുന്ന വഴിയിൽ നായ്ക്കൾ കൂട്ടമായി നിൽക്കുന്നതും ഭയം ജനിപ്പിക്കുന്നതാണ്. അടുത്ത കാലത്തൊന്നും നായ്ക്കൾ ആരെയും ആക്രമിച്ചിട്ടില്ല എങ്കിലും ആക്രമണ സ്വഭാവമുള്ള നായ്ക്കൾ ഇക്കൂട്ടത്തിലുണ്ടെന്ന് വ്യാപാരികൾ പറയുന്നു. പ്രഭാത സവാരിക്കും ആരാധനാലയങ്ങളിലേക്കും പോകുന്നവർക്കും പത്രം ഏജന്റുമാർക്കും നായ്ക്കളുടെ ശല്യം മൂലം സഞ്ചരിക്കാൻ കഴിയുന്നില്ലെന്നാണ് പരാതി. പനമറ്റം കൂരാലി റോഡ്, അക്കരക്കുന്ന് റോഡ്, 4 മൈൽ പനമറ്റം റോഡ്, 2 മൈൽ മുത്താരമ്മൻ കോവിൽ പനമറ്റം റോഡ് എന്നിവിടങ്ങളിലെല്ലാം നായ്ക്കൾ അലഞ്ഞുതിരിയുന്നുണ്ട്. ഇരുചക്ര വാഹനങ്ങൾക്ക് പിന്നാലെ കുറിച്ചു പായുന്ന ഇവയെ യാത്രക്കാർക്ക് ഏറെ ഭയമാണ്. വലിച്ചെറിയുന്ന മാലിന്യമാണ് ഇവ പെരുകാൻ കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. ഇതുവഴി ഒത്തിരി വളരെയധികം ആൺപട്ടികളും പെൺപട്ടികളും ചേർന്ന് ഈ പരിസരത്ത് ഇപ്പോൾ ഒരു 10-15 പട്ടികളുണ്ട്. അവർക്ക് ചില ആളുകൾ തീറ്റയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെതായ ശല്യം ഉണ്ട്. പട്ടിയെ ഓടിച്ചു വിടുകയോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെയ്യാതെ ആളുകൾ തീറ്റ വെച്ച് കൊടുക്കുന്നതുകൊണ്ടാണ്, അത് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതുകൊണ്ടാണ് കൂടുതൽ പട്ടികൾ ഇവിടെ ഇങ്ങനെ പെരുകുന്നതിൻ്റെ കാര്യം. അത് നാട്ടുകാർക്ക് ഭയങ്കര ശല്യമാണ്. നാട്ടുകാർക്ക് വഴി നടക്കാൻ മേലാത്ത സാഹചര്യമുണ്ട് ഇപ്പോൾ. നായ്ക്കളെ സംരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റാനുള്ള നടപടികൾ നടപ്പാക്കാൻ സാധ്യതയില്ലാത്തതിനാൽ എണ്ണം നിയന്ത്രിക്കുന്നതിന് മറ്റെന്തെങ്കിലും നടപടി അധികൃതർ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ഈരാറ്റുപേട്ടയിൽ നാട്ടുകാർക്ക് നേരെ കത്തിവീശി യുവാവ്. ചേനാട് കവലയിൽ ഇവർ യാത്ര ചെയ്ത കാർ അപകടമുണ്ടാക്കിയിരുന്നു. ഇത് ചോദ്യം ചെയ്തതിനാലാണ് നാട്ടുകാർക്ക് നേരെ തിരുവല്ല സ്വദേശി സ്റ്റാൻ കത്തിവീശിയത്. കാറിൽ നിന്നും കഞ്ചാവും കണ്ടെടുത്തിരുന്നു. ഈരാറ്റുപേട്ട ചേന്നാട് കവലയിൽ യുവാവും യുവതിയും സഞ്ചരിച്ചിരുന്ന കാർ അപകടത്തിൽപ്പെട്ടു. ചോദ്യം ചെയ്ത നാട്ടുകാർക്ക് നേരെ യുവാവ് കത്തിവീശി. ഇന്ന് 1 മണിയോടെയായിരുന്നു സംഭവം. പ്രതി തിരുവല്ല സ്വദേശി സ്റ്റാനും കൂടെയുണ്ടായിരുന്ന യുവതിയും ഈരാറ്റുപേട്ട പോലീസ് കസ്റ്റഡിയിലാണ്. തിരുവല്ലയിൽ നടന്ന മോഷണക്കേസിലെ പ്രതിയാണ് സ്റ്റാൻ. പ്രതി ഈരാറ്റുപേട്ടയിൽ എത്തുമെന്ന സൂചന ലഭിച്ചതോടെ ഈരാറ്റുപേട്ട പോലീസ് കാത്തു നിൽക്കുകയായിരുന്നു. പോലീസിനെ പറ്റിച്ച് കാറുമായി പ്രതികൾ മുന്നോട്ട് പാഞ്ഞു. തുടർന്ന് ചേന്നാട് കവലയിൽ മറ്റൊരു കാറിൽ ഇടിക്കുകയും പോലീസ് വാഹനം മുന്നിൽ കയറി തടഞ്ഞു നിർത്തുകയുമായിരുന്നു. പ്രതിക്കെതിരെ 3 കേസുകൾ നിലവിലുണ്ട്. അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. പ്രതിയുടെ കാറിൽ നിന്നും കഞ്ചാവും കണ്ടെടുത്തു.
കേസെടുത്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പാല. PM ശ്രീ പദ്ധതിയിൽ നിന്നും സംസ്ഥാന സർക്കാർ പിന്മാറണമെന്ന ആവശ്യവുമായി കോട്ടയത്ത് സമരം. AISF, AIYF ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് കോട്ടയത്ത് കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തിയത്. PM ശ്രീ പദ്ധതി നടപ്പാക്കാനുള്ള നീക്കത്തിൽ നിന്നും സംസ്ഥാന സർക്കാർ പിന്മാറണമെന്നാവശ്യപ്പെട്ട് AISF, AIYF ജില്ലാ കമ്മിറ്റികൾ സംയുക്തമായി കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. CPI ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് VK സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. UDF സർക്കാർ RSSന് വിധേയപ്പെട്ടുവെന്ന് VK സന്തോഷ് കുമാർ പറഞ്ഞു. PM ശ്രീയെ അറബിക്കടലിൽ മുക്കിക്കൊല്ലുമെന്ന് പറഞ്ഞ ലീഗിനും ഇപ്പോൾ മിണ്ടാട്ടമില്ല. RSSന്റെ വർഗീയ അജണ്ട നടപ്പാക്കാനുള്ള പദ്ധതിയുടെ ഭാഗമാണ് PM ശ്രീ എന്നും VK സന്തോഷ് കുമാർ പറഞ്ഞു. അതിനുവേണ്ടി അനുവദിക്കുന്ന ഫണ്ട് ഈ കേരളത്തിലെ ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ബ്ലോക്ക് അടിസ്ഥാനത്തിൽ അതിന് ചില സഹായങ്ങൾ ചെയ്തു കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കേരളത്തിലെ തന്നെ ഗവൺമെന്റിനെ ആകർഷിക്കാൻ വേണ്ടി ആദ്യഘട്ടത്തിൽ ശ്രമിച്ചത്. പകരം ആ പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചാൽ പൊതുവിദ്യാഭ്യാസ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി അനുസരിച്ച്, പുതിയ വിദ്യാഭ്യാസ നയമനുസരിച്ച് RSSകാരുടെ അജണ്ട നമ്മുടെ വിദ്യാഭ്യാസ പാഠ്യ കരിക്കുലത്തിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണ് കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ച ഈ പദ്ധതി ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് കൊണ്ടുവരാൻ ഈ കേരളത്തിലെ UDF ഗവൺമെന്റ് ശ്രമിക്കുന്നത്. AIYF ജില്ലാ സെക്രട്ടറി ഷമ്മാസ് ലത്തീഫ് അധ്യക്ഷനായി. CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് ബിനു ബോസ്, AISF ജില്ലാ സെക്രട്ടറി അഖിൽ KU, പ്രസിഡന്റ് വിശാഖ് തമ്പി, AIYF ജില്ലാ സെക്രട്ടറി K രഞ്ജിത്ത്, അഡ്വക്കേറ്റ് സന്തോഷ് കേശവനാഥ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഭർതൃഗൃഹത്തിലെ പീഡനം കൊണ്ടാണ് മകൾ മരിച്ചതെന്നും തങ്ങൾക്ക് നീതി ലഭിക്കണമെന്നും കൊടുവൂരാറ്റിൽ മരിച്ച നിലയിൽ കാണപ്പെട്ട സോനയുടെ മാതാപിതാക്കൾ. ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ലെന്നും മാതാപിതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കുമ്പനാട് സ്വദേശിനിയും കുറ്റപ്പുഴയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ജീവനക്കാരിയുമായ സോന ജോസഫിനെ കഴിഞ്ഞ മാസം 3-ാം തീയതിയാണ് കൊടുവൂരാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വേളൂർ സ്വദേശിയുമായി 2024 സോനയുടെ വിവാഹം നടത്തിയത്. 15 പവനും 5 ലക്ഷം രൂപയും വിവാഹ സമയത്ത് നൽകിയിരുന്നെന്നും കൂടുതൽ തുക ആവശ്യപ്പെട്ട് ഭർതൃ വീട്ടുകാർ മകളെ പീഡിപ്പിച്ചിരുന്നതായും പിതാവ് ജോസഫ് ആരോപിച്ചു. മരണപ്പെടുന്നതിന് തലേന്നാൾ മകളെ കൂട്ടിക്കൊണ്ടുപോകാൻ എത്തിയെങ്കിലും കുഞ്ഞിനെ ഭർതൃ വീട്ടുകാർ വിട്ടുകൊടുക്കാത്തതിനാൽ മകൾ ഒപ്പം വന്നില്ലെന്നും പിതാവ് പറഞ്ഞു. ഞാൻ മോളെ തിരുവല്ലായി വരുമ്പോൾ നീ വിളിച്ചാൽ മതി, ഞാൻ വരാമെന്ന്. കറക്റ്റ് 5:30 ആയപ്പോൾ തിരുവല്ലായി വന്നു. പൊടിക്കുഞ്ഞിന് തിരുവല്ലായി വന്ന് ഞാനും ചെന്നു. എൻ്റെ മോളെ കാറിന് വെളി ഒരു ബാഗുമായിട്ട് ഇറങ്ങി നിൽക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ കുഞ്ഞിനെ എടുത്തോ, നമുക്ക് പോകാമെന്ന്. കുഞ്ഞിനെ പിന്നെ അച്ഛൻ തരത്തില്ലെന്ന്. ഞാൻ പറഞ്ഞു, അതെങ്ങനെ 1.5 വയസ്സുള്ള ഒരു പൊടിക്കുഞ്ഞിനെ തരാതെ മോളെ തന്നെ എങ്ങനെ കൊണ്ടുപോകും? പപ്പ കുഞ്ഞിനെ തന്നില്ല എങ്കിൽ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും മോളെ, 2 ദിവസം കഴിഞ്ഞ് മോളെ കുഞ്ഞിനെയും കൂടെ കൂട്ടിക്കൊണ്ട് ഞാൻ വരാം എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ് അവർ പോയി. അവരുടെ വീട് ഇവിടെ വേളൂരാണ്, കോട്ടയത്താണ്. അവർ പോയി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം സൺഡേയിലാണ് എൻ്റെ മോള് വെള്ളത്തിൽ ചാടി മരിക്കുന്നത്. പിന്നെ എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല. എന്നാൽ 2 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും കുഞ്ഞുമായി എത്തിയാൽ മതിയെന്ന് പിതാവ് മകൾ സോനയോട് പറഞ്ഞു. പിന്നീട് അറിയുന്നത് മകളെ കാണാനില്ലെന്ന വാർത്തയാണ്. ഏറെ വൈകിയാണ് ഈ വാർത്ത പോലും തന്നെ അറിയിച്ചത്. കുമ്പനാട്ടിൽ നിന്നും കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് മകൾ മരണപ്പെട്ടെന്നും മൃതദേഹം ആറ്റിൽ കണ്ടെത്തിയെന്നുമുള്ള വിവരം അറിഞ്ഞതെന്ന് പിതാവ് പറഞ്ഞു. മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും കഴിഞ്ഞ മാസം 21-ന് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരുന്നെങ്കിലും ഇതിന്മേൽ ഒരു നടപടിയും എടുത്തിട്ടില്ലെന്നും പിതാവ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കരൾ രോഗങ്ങൾ നേരത്തെ കണ്ടെത്തുന്നതിനും കൃത്യമായ ചികിത്സ ഉറപ്പാക്കുന്നതിനുമായി മാസ്ലിവ മെഡിസിറ്റിയിൽ സൗജന്യ ഫൈബ്രോ സ്കാൻ പരിശോധന ക്യാമ്പ് നടത്തുന്നു. ഈ മാസം 26-ന് രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെയാണ് ക്യാമ്പ്. കരളിലെ കൊഴുപ്പടിഞ്ഞുകൂടൽ, കരൾ വീക്കം, സിറോസിസ് തുടങ്ങിയ രോഗാവസ്ഥകൾ കണ്ടെത്താനുള്ള പരിശോധനയാണ് ഫൈബ്രോ സ്കാൻ. ബുക്കിംഗിന് 9182925721 എന്ന നമ്പറിൽ ബന്ധപ്പെടണം. പാല പരുമലക്കുന്ന് നഗര ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി. പോണാട്ടക്കാവ് ദേവി ക്ഷേത്രാങ്കണത്തിൽ നടന്ന ക്യാമ്പിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. രക്തസമ്മർദ്ദം, രക്തത്തിലെ പഞ്ചസാരയുടെ അളവ്, ഹീമോഗ്ലോബിൻ എന്നിവയുടെ പരിശോധനയും ഉണ്ടായിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. റബ്ബർ ബോർഡ് ചെയർമാനായി എൻ ഹരി ചുമതലയേറ്റു. റബ്ബർ ബോർഡും റബ്ബർ കർഷകരുമായുള്ള അകലം കുറയ്ക്കുമെന്ന് ചെയർമാൻ. പൊൻകുന്നത്തിന്റെ പരിസരങ്ങളിലും പനമറ്റം ഭാഗത്തും തെരുവുനായ ശല്യം രൂക്ഷം. സ്കൂൾ കുട്ടികളടക്കം വഴിയിലൂടെ കടന്നുപോകാൻ കഴിയുന്നില്ല. ഇരുചക്ര വാഹനങ്ങൾക്ക് പുറകെ കുരച്ചു പാഞ്ഞു നായ്ക്കൾ. ഈരാറ്റുപേട്ടയിൽ നാട്ടുകാർക്ക് നേരെ കത്തിവീശി യുവാവ്. സംഭവം വാഹനാപകടമുണ്ടായത് ചോദ്യം ചെയ്തതിൽ പ്രകോപിതനായി. പിടിയിലായത് തിരുവല്ല സ്വദേശി സ്റ്റെൻ. കാറിൽ നിന്നും കഞ്ചാവും കണ്ടെടുത്തു. PM ശ്രീ പദ്ധതിയിൽ നിന്നും സംസ്ഥാന സർക്കാർ പിന്മാറണമെന്ന ആവശ്യം. കോട്ടയത്ത് AISF, AIYF പ്രവർത്തകരുടെ കളക്ടറേറ്റ് മാർച്ച്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.